മലയാള സിനിമയുടെ പ്രധാന സീസണുകളിൽ ഒന്നാണ് വേനൽ അവധിക്കാലം. മലയാളത്തിൽ എന്നല്ല, എല്ലാ ഭാഷാ സിനിമകളിലും അതുണ്ട്. എന്നാൽ വിഷുവും ഈസ്റ്ററും ഒക്കെ കടന്നു വരുന്ന ഈ 2 മാസക്കാലത്തിന് ശേഷം മൺസൂൺ ആരംഭിക്കും, സ്കൂൾ തുറക്കും. ഇപ്പോഴുള്ളതുപോലെ മഴ കോരിച്ചൊരിഞ്ഞു പെയ്യും. ഈ പെരുമഴക്കാലത്ത് അപൂർവം സിനിമകളെ റിലീസിനെത്താറുള്ളൂ. കാലത്തെയും കാലാവസ്ഥയെയും അതിജീവിച്ച് അതിൽ വിജയം കാണുന്നവയും അപൂർവം. എന്നാൽ 2015 മെയ് 29-നെത്തി എക്കാലത്തെയും വലിയ ജനപ്രിയ ചിത്രം എന്ന ലേബൽ സ്വന്തമാക്കിയ, ഇപ്പോഴും ഫ്രഷ്നെസ് അനുഭവിപ്പിക്കുന്ന ഒരു ചിത്രം മലയാളത്തിലുണ്ട്: പ്രേമം. അൽഫോൺസ് പുത്രൻ എന്ന മജീഷ്യൻ സംവിധായകന്റെയും അൻവർ റഷീദ് എന്ന നിർമ്മാതാവിന്റെയും നിവിൻ പോളി എന്ന നടന്റെയും രാജേഷ് മുരുകേശൻ എന്ന സംഗീത സംവിധായകന്റെയും സായ് പല്ലവി, അനുപമ പരമേശ്വരൻ തുടങ്ങിയ അഭിനേതാക്കളുടെയും തുടങ്ങി അതുമായി ചേർന്ന് പ്രവർത്തിച്ച ഓരോരുത്തരുടേതുമായിരുന്നു പ്രേമം. അവർ ഓരോരുത്തരുടെയും കരിയറിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മാജിക്. അൽഫോൺസ് പുത്രനെ സംബന്ധിച്ച് തന്റെ പാഷൻ പ്രൊജക്ട് ഒരു ട്രെയിലർ പോലും ഇറക്കാതെ റിലീസിന് മുൻപ് ആലുവ പുഴയുടെ തീരത്ത് എന്ന പാട്ടും അപൂർവം പോസ്റ്ററുകളും മാത്രം ഇറക്കി ചിത്രം സൃഷ്ടിച്ച ഒരു പ്രീ റിലീസ് ഹൈപ്പുണ്ട്. ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിൽ മിനിമം ഒക്യുപ്പൻസി സൃഷ്ടിക്കാൻ അത് ധാരാളമായിരുന്നു. ആദ്യ ഷോയോടെ കഥ മാറി. ലോക സിനിമയിൽ പുതുമകളൊന്നുമില്ലാത്ത രണ്ടാമത്തെ ചിത്രം എന്ന ടാഗോടെ വന്ന സിനിമ കഥാപരമായി അങ്ങനെയാണെങ്കിലും ട്രീറ്റ്മെന്റിലും മേക്കിംഗിലും അൽഫോൺസ് പുത്രൻ സൃഷ്ടിച്ച മാജിക് കാണികൾ തിരിച്ചറിഞ്ഞു. ഫലത്തിൽ സിനിമ കണ്ടവർ ചിത്രത്തിന്റെ പ്രചാരകരായി മാറി. ഇരച്ചു പെയ്യുന്ന മഴയെ വകവയ്ക്കാതെ ജനം തിയേറ്റർ നിറച്ചു. ഓൺലൈൻ ബുക്കിംഗ് പോപ്പുലർ ആവാതിരുന്ന കാലത്ത് ജനക്കൂട്ടത്തിന്റെ തിരക്കിൽ തിയേറ്ററിലെ ഗേറ്റ് തകരുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലെ വൈറൽ കാഴ്ചയായി മാറി. പ്രേമത്തിൽ പ്രേമം പോലെ തന്നെ സൗഹൃദവും നിത്യജീവിത സാധാരണത്വങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഹ്യൂമറും അസാധാരണ ഫ്രെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു. മലരും സെലിനും ബട്ടർഫ്ലൈ ഇഫക്റ്റുമെല്ലാം തിയേറ്റർ വിട്ടിറങ്ങിയിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ പാറിക്കളിച്ചു. പുറത്ത് ഗംഭീര മഴയും അകത്ത് പ്രേമം സിനിമയും തന്ന ഒരു ഗംഭീര വൈബ് ഓർമ്മ പറയാൻ കാണും സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക്. പിന്നീട് അങ്ങോട്ട് സ്കൂളുകളിലെയും കോളേജുകളിലെയും, എന്തിനേറെ വീടുകളിലെ ഒത്തുകൂടലുകളിൽ പോലും ആൺ പെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ വെളുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ടു വന്നു. റെഡ് വെൽവെറ്റ് കേക്കിന് ബേക്കറികളിൽ കച്ചവടം കൂടുക പോലും ഉണ്ടായി. നിവിൻ പോളിക്ക് പുതിയൊരു താരമൂല്യം സമ്മാനിച്ച ട്രെൻഡ് സെറ്ററാക്കിയ ചിത്രം ഇന്നും നിവിന്റെ ഏറ്റവും വലിയ പണംവാരി പടമാണ്. നിവിന് മാത്രമല്ല, അൽഫോൺസ് പുത്രന് പ്രേമം വലിയ ബാധ്യതയാകും വിധമാണ് പ്രേക്ഷകന് പ്രേമം തന്ന പ്രതീക്ഷ. ഇനി ഏതൊക്കെ സിനിമയുമായി വന്നാലും പ്രേമം സൃഷ്ടിച്ച ബെഞ്ചുമാർക്ക് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാവുമെന്നത് ഉറപ്പാണ്. നായികമാരായ സായ് പല്ലവിക്കും അനുപമ പരമേശ്വരനും പ്രേമത്തിനപ്പുറം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മൂന്നാമത്തെ നായികയായ മഡോണയും തിളങ്ങി. ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തിയവർക്കൊക്കെ പ്രേമം ബ്രേക്ക് നൽകി. വിനയ് ഫോർട്ട്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, സിജു വിൽസൺ, ശബരീഷ് വർമ്മ, അൽതാഫ് സലീം, കൃഷ്ണശങ്കർ തുടങ്ങിയവർക്കൊക്കെ കരിയറിലെ മുന്നോട്ടുള്ള വഴിയിൽ ഊർജമായി പ്രേമം. ചിത്രം മറുഭാഷാ പ്രേക്ഷകർക്കിടയിൽ നേടിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ. ചെന്നൈയിലെ തിയേറ്ററിൽ 200 ദിവസം പൂർത്തിയാക്കിയ ചിത്രത്തിന് ഒരു തമിഴ് റീമേക്ക് വേണ്ടെന്ന് തമിഴ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ പോലും നടത്തി. 4.4 കോടിയിൽ തീർത്ത പ്രേമം 70 കോടിയും കടന്നാണ് തിയേറ്റർ റൺ അവസാനിപ്പിച്ചത്. അതേസമയം ചിത്രം നേരിട്ട ഒരേയൊരു നെഗറ്റീവ് തിയേറ്ററിൽ നിറഞ്ഞോടുന്ന സമയത്തെത്തിയ വ്യാജ പതിപ്പായിരുന്നു. ലൈഫ് ടൈം ഗ്രോസ് 73 കോടിയിൽ അവസാനിക്കാൻ കാരണവും അതുതന്നെ. അല്ലായിരുന്നെങ്കിൽ മലയാളത്തിലെ മറ്റൊരു 100 കോടി ചിത്രം പോലും ആകാനുള്ള ജനപ്രീതിയാണ് പ്രേമം 2015 ഉണ്ടാക്കിയത്.